തമിഴ്നാട്ടിലെ കോടിക്കണക്കിന് വരുന്ന ഹൈന്ദവ വിശ്വാസികളുടെയും ഭക്തജന സംഘടനകളുടെയും ശക്തമായ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കി തമിഴക വെട്രി കഴകം സർക്കാർ. ക്ഷേത്രങ്ങളുടെ തനത് ഫണ്ടും ഭക്തരുടെ കാണിക്ക പണവും വകമാറ്റി വാണിജ്യ കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള സർക്കാരിന്റെ ഗൂഢനീക്കത്തിന് മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നാണ് കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ഭക്തജനങ്ങളെയും ക്ഷേത്രവിശ്വാസികളെയും ചൂഷണം ചെയ്യുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ ഉയർന്ന ശക്തമായ ജനരോക്ഷമാണിപ്പോൾ ക്ഷേത്രങ്ങളുടെ വരുമാനം ഉപയോഗിച്ച് ലാഭേച്ഛയുടെ വലിയ വാണിജ്യ സമുച്ചയങ്ങൾ നിർമ്മിക്കുവാനുള്ള സർക്കാരിന്റെ നീക്കങ്ങൾ പൂർണ്ണമായും നിയമവിരുദ്ധമാണെന്ന ഹൈക്കോടതി നിലപാടിന് മുന്നിൽ സർക്കാരിന് അപ്പീൽ പോലും നൽകാനാകാതെ പിന്മാറേണ്ടി വന്നു. മുൻ DMK സർക്കാരിന്റെ കാലത്ത് ക്ഷേത്ര ഫണ്ടുകൾ കൈക്കലാക്കാൻ ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച 246 കോടി രൂപയുടെ 46 വാണിജ്യ പദ്ധതികൾക്കാണ് ഇപ്പോൾ ഭക്തരുടെ സമ്മർദ്ദം മൂലം വിജയ് സർക്കാരിന് റദ്ദാക്കേണ്ടി വന്നിരിക്കുന്നത്. ക്ഷേത്രഭൂമിയിലും ഫണ്ടിലും കണ്ണുവെച്ചുകൊണ്ട് 21 കല്യാണ മണ്ഡപങ്ങളും 17 വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളും നിർമ്മിക്കുകയായിരുന്നു ഹിന്ദുമത ധർമ്മസ്ഥാപന വകുപ്പിന്റെ ഭാവനയിലുണ്ടായിരുന്ന പദ്ധതി. ഭക്തരുടെ പണം മറ്റ് ആവശ്യങ്ങൾക്ക് വകമാറ്റുന്ന സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് കോടതി മുറിയിൽ ഇതോടെ പൊളിഞ്ഞത്. തമിഴ്നാട്ടിലെ പല പുരാതന ക്ഷേത്രങ്ങളും തകർച്ചയുടെ വക്കിലായിട്ടും പൂജാരിമാർക്ക് കൃത്യമായ വേതനം നൽകാതിരുന്നിട്ടും ക്ഷേത്രപ്പണം കോർപ്പറേറ്റ് ശൈലിയിലുള്ള നിർമ്മാണങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെതിരെ ഭക്തർ ഒന്നടങ്കം രംഗത്തെത്തിയിരുന്നു. കാണിക്കപ്പണം ക്ഷേത്രങ്ങളുടെ നവീകരണത്തിനും ആത്മീയ കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന കോടതിയുടെ കർശന നിലപാടിന് മുന്നിൽ ഒടുവിൽ സർക്കാരിന് തലകുനിക്കേണ്ടി വന്നു. സർക്കാരിന്റെ ഈ വലിയ പിന്മാറ്റത്തെ തമിഴ്നാട്ടിലെ ഭക്തരും വിവിധ ഹൈന്ദവ സംഘടനകളും വലിയ ആഹ്ലാദത്തോടെയാണ് വരവേൽക്കുന്നത്. ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കളും ഫണ്ടുകളും രാഷ്ട്രീയക്കാരുടെയും സർക്കാരിന്റെയും കൈകളിൽ സുരക്ഷിതമല്ലെന്ന തങ്ങളുടെ വാദങ്ങൾ കോടതി അംഗീകരിച്ചതിന്റെ ആശ്വാസത്തിലാണ് ഭക്തർ. വരും ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളുടെ ഭരണം ഭക്തർക്ക് തന്നെ കൈമാറണമെന്ന ആവശ്യത്തിന് ഈ വിധി കൂടുതൽ കരുത്തു പകരും. ജനം, ഡൽഹി.